നമസ്തേ ബച്ചോ, ഏവർക്കും ധീരജ് ഹിന്ദി കക്ഷായിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വസന്ത പാഠപുസ്തകത്തിലെ 8ാം ക്ലാസ്സിലെ ധ്വനി എന്ന കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് സൂര്യകാന്ത് ത്രിപാഠി നിരാലാജിയാണ്. ഈ കവിതയിലൂടെ അദ്ദേഹം ഭാരതത്തിലെ യുവാക്കളോട് ആലസ്യവും നിരാശയും വെടിഞ്ഞ് ജീവിതത്തിൽ മുന്നേറാനാണ് ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് കവിതയിലേക്ക് പോകാം. अभी न होगा मेरा अंत, अभी अभी ही तो आया है, मेरे वन में मृदुल वसंत, अभी न होगा मेरा अंत. हरे हरे ये पात डालियाँ कलियाँ कोमलगात, मैं ही अपना स्वप्न मृदुल कर फेरूँगा निद्रित कलियों पर, जगा एक प्रत्यूष मनोहर. पुष्प पुष्प से तंद्रालस लालसा खींच लूँगा मैं, अपने नव जीवन का अमृत सहर्ष सींच दूँगा मैं. द्वार दिखा दूँगा फिर उनको मैं, मेरे बेजहां आनंद, अभी न होगा मेरा अंत. നമുക്ക് ഈ കവിതയുടെ എക്സ്പ്ലനേഷൻ നോക്കാം. അഭി ന ഹോഗ മേര അന്ത്. മേര അന്ത് അഭി ന ഹോഗ, എൻ്റെ അന്ത്യം. അന്ത്യം എന്നുദ്ദേശിക്കുന്നത് മരണം. എൻ്റെ മരണം അഭി ന ഹോഗ, ഇപ്പോഴുണ്ടാകില്ല. കവി സൂര്യകാന്ത് ത്രിപാഠി നിരാലാജി കുട്ടികളോട് പറയുകയാണ്, ഭാരതത്തിലെ യുവാക്കളോട് പറയുകയാണ്, അഭി ന ഹോഗ മേര അന്ത്, എൻ്റെ മരണം ഇപ്പോഴെങ്ങും ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? अभी अभी ही तो आया है मेरे वन में मृदुല വസന്ത്. അദ്ദേഹം പറയുന്നു, മേരേ മന്മേം, എൻ്റെ മനസ്സിൽ, മേരേ വന്മേം, എൻ്റെ വനത്തിൽ, എൻ്റെ ജീവിതമാകുന്ന ഈ വനത്തിൽ, മൃദുല വസന്ത്, മനോഹരമായ വസന്തം, അഭി അഭി ഹി ആയാ ഹേ, ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതമാകുന്ന വനത്തിൽ വസന്തം വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. വസന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം. വസന്തം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഋതുവാണ്. ആ വസന്ത ഋതുവിലാണ് പുഷ്പങ്ങളും ചെടികളും മരങ്ങളും എല്ലാം പൂത്ത് കായ്ച്ച് നല്ല മനോഹരമായ ഒരു അന്തരീക്ഷം തരുന്ന, അന്തരീക്ഷത്തിലെല്ലാം എപ്പോഴും സുഗന്ധം പരക്കുന്ന, കിളികളൊക്കെ പാട്ട് പാടുന്ന അങ്ങനെയുള്ള ഒരു നല്ല ഒരു ഋതുവാണ് നമ്മുടെ വസന്തകാലം എന്ന് പറയുന്നത്. കവി ഇവിടെ പറയുന്നു, തൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് വസന്തമുണ്ടായിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോഴും ചെറുപ്പമാണ്, എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത്. ഇസ്ലിയേ അഭി ന ഹോഗ മേര അന്ത്, അതുകൊണ്ട് എൻ്റെ അവസാനം, എൻ്റെ മൃത്യു ഇപ്പോഴെങ്ങും ഉണ്ടാവുകയില്ല. ഇസ് കവിതാസെ കവി ഹംസെ ക്യാ കഹത്തി ഹേ, ഈ കവിതയിൽ കൂടി കവി എന്താണ് നമ്മോട് പറയുന്നത്? അഭി ന ഹോഗ മേര അന്ത്, मेरे जीवन में मृदुल वसंत अभी आया है, इसलिए मेरा अंत नहीं होगा. അഭി നഹി ഹോഗ, എൻ്റെ ജീവിതത്തിൽ വസന്തം വന്നിരിക്കുന്നത് ഇപ്പോഴാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മരണം ഇപ്പോഴെങ്ങും ഉണ്ടാവുകയില്ല. അതാണ് ആ 4 വരികളുടെ അർത്ഥം. കവി ഇപ്പോഴും ചെറുപ്പമാണെന്ന് കവി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ലൈൻസ്. हरे हरे पात डालियाँ कलियाँ कोमलगात, मैं ही अपना स्वप्न मृदुल कर फेरूँगा निद्रित कलियों पर, जगा एक प्रत्यूष मनोहर. കവി വീണ്ടും പറയുന്നു, ഞാൻ ചെറുപ്പക്കാരനാണ്, ഞാൻ ചെറുപ്പമാണ്, എൻ്റെ ജീവിതത്തിൽ വസന്തം വന്നിരിക്കുന്നു. വസന്തം വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? അദ്ദേഹം പറയുന്നു, ഞാനൊരു ചെടിയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഹരേ ഹരേ പാത്ത്, എൻ്റെ പാത്ത്, പത്ത ലീവ്സ്, ഇലകൾ, ഹരേ ഹരേ ഹേ, എൻ്റെ ശരീരത്തിലെ ഇലകൾ, എൻ്റെ ചെടിയിലെ, എൻ്റെ ശരീരമാകുന്ന ഈ ചെടിയിലെ ഇലകൾക്കെല്ലാം നല്ല പച്ച നിറമാണ്.
എന്ന് വെച്ചാൽ ഞാൻ യുവാവാണ്. പിന്നെയോ ആ ചെടിയിൽ എന്തെല്ലാമുണ്ട്? ഡാലിയാം കലിയാം കോമളഗാത്ത്, ബ്രാഞ്ചസ് ഉണ്ട്. ഡാലിയാം ബ്രാഞ്ചസ്, ശിഖരങ്ങളുണ്ട്. പിന്നെ അതുപോലെ കലിയാം മുട്ടുകളുണ്ട്. അങ്ങനെ കോമളഗാത്ത്, മൃദുലമായ മനോഹരമായ ഒരു ശരീരമാണ് എനിക്കുള്ളത്. എൻ്റെ ശരീരത്തിൽ നിറയെ പച്ച ഇലകൾ, അതുപോലെ തന്നെ ശിഖരങ്ങൾ, ബ്രാഞ്ചസ്, അതുപോലെ തന്നെ മുട്ടുകളും, ഇതെല്ലാം പേറ് നിൽക്കുന്ന എൻ്റെ ശരീരം കോമളഗാത്ത്. ഗാത്ത് എന്ന് പറഞ്ഞാൽ ശരീരം. കോമളഗാത്ത്, മനോഹരമായ ഒരു ശരീരമാണ് എനിക്കുള്ളത്. മേം ഹി അപ്പന സ്വപ്ന മൃദുൽ കർ ഫേരൂങ്ക നിദ്രിത് കലിയോം പർ. അങ്ങനെയുള്ള ഞാൻ എൻ്റെ മനോഹരമായ കൈകൾ ഉപയോഗിച്ച് സ്വപ്ന മൃദുൽ കർ, എന്താണ് സ്വപ്നമാകുന്ന മൃദുല കരങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഫേരൂങ്ക നിദ്രിത് കലിയോം പർ. ഫേരൂങ്ക തലോടും, തടവുക, തലോടുക എന്നൊക്കെയാണ് അർത്ഥം. ഫേരൂങ്ക, ഞാൻ എവിടെയാണ് തടവുന്നത്? നിദ്രിത് കലിയോമ്പർ, ഉറങ്ങിക്കിടക്കുന്ന, വിടരാതെ നിൽക്കുന്ന, തളർന്നുറങ്ങുന്ന മുട്ടുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കോമളമായ കൈകൾ കൊണ്ട് ഞാൻ തലോടും. അപ്പോഴെന്ത് ചെയ്യും? ജഗായേക്ക് പ്രത്യൂഷ മനോഹർ, അവ ഉണരും. ഒരു പ്രത്യൂഷ മനോഹർ, പ്രത്യൂഷ് എന്ന് വെച്ചാൽ മോർണിംഗ്, പ്രഭാതം. പ്രഭാതത്തിലേക്ക് മനോഹരമായ മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് അവ ഉണരും. എൻ്റെ നല്ല മൃദുലമായ കരങ്ങൾ കൊണ്ട് ഞാൻ ആ കലികളിലേക്ക്, മുട്ടുകളിലേക്ക് ഞാനിങ്ങനെ വിരലോടിക്കുമ്പോൾ അവർ അടുത്ത പ്രഭാതം, മനോഹരമായ പ്രഭാതം കാണാനായിട്ട് അവർ നല്ല ഉണർവോടുകൂടി വിടരും. അതാണ് പറയുന്നത്. ഹരേ ഹരേയെ പാത്ത് ഡാലിയാം കലിയാം കോമളഗാത്ത് മെയിം ഹി അപ്പന സ്വപ്ന മൃദുൽക്കർ ഫേരൂങ്ക നിദ്രിത് കലിയോം പർ ജഗായേക്ക് പ്രത്യൂഷ മനോഹർ. കവി പറയുന്നു, തൻ്റെ ശരീരം വളരെ ചെറുപ്പമാണ്, പച്ച ഇലകൾ, അതുപോലെ ശിഖരങ്ങൾ, മുട്ടുകൾ, അങ്ങനെയുള്ള മനോഹരമായ ശരീരമാണ് എനിക്കുള്ളത്. ഞാൻ എൻ്റെ ഈ മനോഹരമായ കൈകൾ ഉപയോഗിച്ച് എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന പൂമുട്ടുകളെ ഞാൻ തലോടുമ്പോൾ അവ അടുത്ത പ്രഭാതത്തിലേക്ക് നല്ല മനോഹരമായിട്ട് ഉണർന്നെഴുന്നേൽക്കാൻ ആ കലികൾക്ക്, മുട്ടുകൾക്ക് കഴിയും. എന്ന് വെച്ചാൽ മുട്ടുകൾ നല്ല ഭംഗിയായിട്ട് വിടരും. അതാണ് കവി ഈ വരികളിലൂടെ നമ്മളോട് പറയുന്നത്, ഭാരതത്തിലെ യുവാക്കളോട് പറയുന്നത്. ഇനി അടുത്ത വരികളിൽ കവി എന്താണ് പറയുന്നത് നോക്കാം. പുഷ്പ പുഷ്പ സേ തന്ത്രാലസ് ലാലസാ खींच लूँगा मैं अपने नवजीवन का अमृत सहर्ष सींच दूँगा मैं द्वार दिखा दूँगा फिर उनको हे मेरे वे जहां आनंद अभी न होगा मेरा अंत. കവി പറയുന്നു, പുഷ്പ പുഷ്പസേ തന്ത്രാലസ് ലാലസാ ഖീഞ്ച് ലൂങ്കാമയും. പുഷ്പ പുഷ്പസേ എന്ന് വെച്ചാൽ ഓരോ പുഷ്പങ്ങളിൽ നിന്നും, തന്ത്രാലസ് ലാലസ, തന്ത്രാലസ് എന്ന് പറഞ്ഞാൽ നീന്ത് സേ ബോച്ചിൽ, ഉറങ്ങിക്കിടക്കുക, ഉറങ്ങാൻ താല്പര്യം കാണിക്കുക, എപ്പോഴും മയങ്ങിക്കിടക്കാനുള്ള ആ ഒരു ആഗ്രഹം, അതാണ് തന്ത്രാലസ്. ലാലസ ആഗ്രഹം, ഇച്ഛ. അപ്പം എപ്പോഴും മയങ്ങിക്കിടക്കാൻ, അലസതയോടെ കിടക്കാനുള്ള ആ ആഗ്രഹം ഖീഞ്ചിലൂങ്കാമയും, ഞാൻ വലിച്ചെടുക്കും. ഖീഞ്ചിലാന്ന് വെച്ചാൽ വലിച്ചെടുക്കുക. പുഷ്പങ്ങൾക്ക് എപ്പോഴും ഉറങ്ങിക്കിടക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ആ ഒരു ആഗ്രഹം ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ വലിച്ചെടുക്കും. എന്നിട്ടോ ആ ആഗ്രഹത്തെ വലിച്ചെടുത്ത് കളഞ്ഞിട്ട് അപ്പനെ നവജീവൻ കാ അമൃത സഹർഷ് സീഞ്ച് തൂങ്കാമയും, ഞാൻ അവർക്ക് തളിച്ചു കൊടുക്കും, ഞാൻ അവർക്ക് കുടഞ്ഞു കൊടുക്കും. എന്താ കൊടുക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ അപ്പനെ നവജീവൻ കാ അമൃത്, എൻ്റെ പുതുജീവിതത്തിൻ്റെ, യുവാവായ എൻ്റെ പുതുജീവിതത്തിൻ്റെ അമൃത് ഞാൻ അവർക്ക് സീഞ്ചു തൂങ്ക, ഞാൻ അവർക്ക് തളിച്ചു കൊടുക്കും, കുടഞ്ഞു കൊടുക്കും. എന്നിട്ട് ദ്വാർ ദിഖാ ദൂങ്ക ഫിർ ഉൻകോ, അവർക്കൊരു വഴി കാട്ടിക്കൊടുക്കും. ദ്വാർ എന്ന് പറഞ്ഞാൽ ദർവാസ, വാതിൽ, ഒരു വാതിൽ കാട്ടിക്കൊടുക്കും. എന്ന് വെച്ചാൽ ഞാൻ അവർക്കൊരു പുതിയ വഴി കാട്ടിക്കൊടുക്കും. എന്തിനുള്ള വഴി? മേരെ വേ
ജഹാം അനന്ത്, അനന്തമായ പുറംലോകം, ഒരുപാട് സാധ്യതകളുള്ള, ഉറങ്ങിക്കിടക്കാതെ എഴുന്നേറ്റ് പ്രവർത്തിക്കാനുള്ള അനന്തമായ സാധ്യതകളുള്ള ഒരു ലോകത്തിലേക്ക് ഉള്ള വഴി ഞാൻ അവർക്ക് കാട്ടിക്കൊടുക്കും. എന്തുകൊണ്ടാണ് എനിക്കത് കാട്ടിക്കൊടുക്കാൻ പറ്റുന്നത്? അഭി ന ഹോഗ മേര അന്ത്, എൻ്റെ മരണം ഇപ്പോഴെന്നും ഉണ്ടാവുകയില്ല. ഞാനൊരു യുവാവാണ്, യൗവനയുക്തനായ ചെറുപ്പക്കാരനാണ്. ഇസ്ലിയെ മേര അന്ത് അഭി ന ഹോഗ. ഇതാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. ഇത് ഭാരതത്തിലെ നിരാശരായ, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാതെ അലസത പൂണ്ട് കിടക്കുന്ന യുവാക്കളോട് കവി പറയുന്ന ഒരു സന്ദേശമാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ, വ്യാകരണം ഇതെല്ലാമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. ധന്യവാദ്.